രഹസ്യയാത്ര. എനിക്കറിയാം അതെന്തിനു വേണ്ടിയാണെന്ന്. അവനെ കാണാൻ വേണ്ടിയാ ആ സിദ്ധാർത്ഥനെ. പാർവതി, സമ്മതിച്ചു കൊടുക്കരുത് ഇതൊന്നും. അവസാനം എന്തെങ്കിലും സംഭവിച്ച നീ ഒരുത്തിയേ ഉണ്ടാവൂ എല്ലാം അനുഭവിക്കാൻ. ഇത്രയും കാണിച്ച നടേശന് നേരെ ഒരു ചെറു കല്ലെങ്കിലും എടുത്തെറിഞ്ഞില്ലെങ്കിലേ നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? വല്ല ഷവർമയും തിന്ന് ചത്താ പോരെ. അങ്ങേരുടെ അഹങ്കാരത്തിന് നെറുകം തലയ്ക്കൊന്ന് കൊടുക്കണം. ഇത്തിരി മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ കൊടുത്തിരിക്കും മാഡം. അമ്മയാണല്ലോ. ഇന്ന് എന്താണോ കോള്? ഹലോ അമ്മേ. എന്ത് ദേവിയെ കണ്ടെന്നോ? എവിടെ നിൽക്കുന്ന നരകപ്പിശാച്ച്? ബീച്ച് റോഡിലും? ശരി, ഞാൻ ആ റോഡിലൊന്ന് റോന്താ. ആ റോന്ത് ചുറ്റാവുന്ന അമ്മ ഫോൺ വെച്ചോ. ബീച്ച് റോഡ് ശരിയാക്കി തരാം. അപ്പോ വെച്ച് താമസിപ്പിക്കണ്ട, എത്രയും പെട്ടെന്ന് ആ നല്ല കാര്യം അങ്ങ് നടത്താം. നടേശനെ പഞ്ഞിക്കിട. അതെ, ശീക്രസ്യ ശുഭം എന്നാണല്ലോ മഹാന്മാര് പറഞ്ഞിരിക്കുന്നത്. ഏത് മഹാൻ? ഏതെങ്കിലും ഒരു മഹാൻ പറഞ്ഞു കാണുമല്ലോ. മഹാന്മാർക്ക് ഇങ്ങനെ പലതും പറയുന്നതാണല്ലോ പണി. ശുഭസ്യ ശീക്രം എന്നായിരട്ടെ. ഓ, അപ്പൊ വേറൊരു മഹാൻ അങ്ങനെയും പറഞ്ഞു. അപ്പോ മഹാന്മാർക്കിടയിൽ ഗ്രൂപ്പ് ഉണ്ടല്ലേ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓ, ചിരിച്ചു മറിയുവാ. ഓ, എനിക്കിട്ട് പണിയാനുള്ള ഗൂഢാലോചനയാണ്. ശരിയാക്കാം. എന്താണ് ഗൂഢാലോചന എന്ന് ജമാല് പറയും. ജമ്പ് ജമാല് പറഞ്ഞിരിക്കും. ഇങ്ങോട്ട് വന്നത് ശല്യായില്ലല്ലോ. ആയാലെന്താ, കുറച്ചൊക്കെ ശല്യം സഹിക്കാം. നീ വിചാരിച്ചാലേ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ രക്ഷപ്പെടും. പക്ഷേ നീ വിചാരിക്കണം. ഞാൻ എന്താ വേണ്ടത്? നിന്റെ ചോദ്യം കേട്ടാ തോന്നും നീ പറഞ്ഞതുപോലെ അനുസരിക്കുന്ന ആളാണെന്ന്. എടാ, നിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ഇപ്പൊ കല്യാണത്തിന് സമ്മതം മൂളിയൻ. വെറുതെ വേണ്ട. ഇങ്ങോട്ടൊരു സഹായം ചെയ്യുമ്പോ അങ്ങോട്ടും അതിന്റെ ഗുണം ഉണ്ടാവും. ഡീല് അല്ലേ? എന്ത് വേണമെങ്കിലും വിളിക്കാം. മനോഹരൻ സമാധാനത്തോടെ കഴിയണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? അയാൾക്ക് അതിന് സാധിക്കണമെങ്കിലേ കേസ് ഇല്ലാതാവണ്ടേ? ആ കേസ് പിൻവലിക്കും. പക്ഷേ നീ കല്യാണത്തിന് സമ്മതിക്കണം. പിൻവലിക്കൊന്നു മാത്രമല്ല, കോമ്പൻസേഷനും കൊടുക്കും. നഷ്ടപരിഹാരം. കുറച്ച് കാശ് കിട്ടിയാ കഴിക്കോ? എന്തായാലും നിനക്ക് ദേവികയെ കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ എന്താടാ? നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ പറയുമെന്ന് നീ കരുതുന്നുണ്ടോ? നിന്റെ നന്മ അത് മാത്രമേ ഉള്ളടാ ഈ ചേച്ചിക്ക്. അത് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് എന്നെ വിശ്വാസമില്ല, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നീ സ്വസ്ഥമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് ശരിയാണോന്ന്. എനിക്കൊരിക്കലും സിദ്ധുവേട്ടനെ മറക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഞാനതിന് സിദ്ധുവേട്ടനെ നഷ്ടപ്പെടുത്തണം. നടേശൻ സാർ ഉടനെ ഇവിടെ എത്തും. അദ്ദേഹത്തോട് ഒരു മറുപടി പറയണം. നീ സമ്മതിച്ചാലല്ലേ സിദ്ധു ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റൂ. ഒന്ന് സമ്മതിക്കെന്റെ മോനെ.
മോനെ, ദേവിക പോലും ഇത് കേട്ട സന്തോഷിക്കുള്ളടാ. സിദ്ധുവേട്ടൻ സമ്മതിക്ക് ചേച്ചിയമ്മേ. സിദ്ധുവേട്ടൻ അറിയാം ആ കേസ് പിൻവലിച്ചാലുള്ള ഗുണം. എന്തായി തീരുമാനം? ഞാൻ കേസ് പിൻവലിക്കണോ വേണ്ടേ? നിങ്ങൾ നല്ലൊരു കച്ചവടക്കാരനാ, അതാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. കൊടുക്കൽ വാങ്ങലില്ലാതെ എന്തോ ജീവിതമാ സാറേ. നമ്മൾ മക്കളെ വളർത്തുന്നത് പോലും വയസ്സുകാലത്ത് അവർ നമ്മളെ നോക്കുമെന്നുള്ള പ്രതീക്ഷയിലല്ലേ. എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഈ ജീവിതം എന്ന് പറയുന്ന സാധനം കരകാഞ്ഞു പോവും. പറയേണ്ടതൊക്കെ ഞങ്ങൾ അവനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും സമ്മതം എന്നൊരു വാക്ക് അവന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. വാങ്ങാൻ നിങ്ങൾക്ക് മിടുക്കില്ലെന്ന് പറ. വെറുതെ ഒന്നുമില്ലല്ലോ. ഇങ്ങോട്ടൊരു പാലമിട്ട അങ്ങോട്ട് വിടും. ആരുടെ ഓശാരൊന്നും നടേശന് വേണ്ട. മാന്യമായ ഡീല് അതാ മുന്നോട്ട് വെച്ചത്. സമ്മതിച്ചില്ലെങ്കിൽ വേണ്ടെന്നേ, അനുഭവിക്കട്ടെ. കേസിൽ ശിക്ഷിക്കപ്പെട്ട് മനോഹരൻ അകത്ത് കിടക്കുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. അച്ഛനൊന്ന് സമാധാനപ്പെട്. സിദ്ധുണ്ടെന്ന് ആലോചിക്കട്ടെ. ഇതിൽ കൂടുതൽ എന്താ ആലോചിക്കാനുള്ളത്? ഏത് കണ്ണുപെട്ടനും ഒരു നിമിഷം കൊണ്ട് തീരുമാനം എടുക്കാവുന്നല്ലേ ഉള്ളൂ. ദേവിയേക്കാളും മോശമൊന്നുമല്ലല്ലോ നീ. ഇത് അഹങ്കാരമാ. അല്ല, അതിനുള്ള മരുന്ന് വേറെ ഉണ്ട്. എന്താ മരുന്ന്? എനിക്കാണെങ്കിലേ അന്ന് ആ ഹൃദയം മാറ്റിവെച്ചതിന് ശേഷം മരുന്നെന്ന് കേട്ടാ അപ്പൊ കഴിക്കാൻ തോന്നും. സിദ്ധു, വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോടാ സംസാരിക്കുന്നേ? തീരുമാനം അറിയാനാ ചന്ദ്രയുടെ അച്ഛൻ വന്നിരിക്കുന്നത്. തീരുമാനം ഞാൻ അറിയിക്കാം. ഇപ്പോ പോവാൻ നോക്ക്. ഈ ഇഷ്ടമെന്ന് പറയുന്ന സാധനത്തിന്റെ കുഴപ്പമെന്താണെന്നറിയോ? അത് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല.